നമ്മുടെ PPRൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണം, അതിൽ എന്തൊക്കെ മെറ്റീരിയൽസാണ് വരുന്നത്, ഇതൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. ഇതാണ് നമ്മുടെ 3/4 ഇഞ്ചിൻ്റെ PPR പൈപ്പ്. നമുക്ക് 3/4 ഇഞ്ച് മാത്രമല്ല, 1/2 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെയുള്ള PPRൻ്റെ പൈപ്പുകളും അതിൻ്റെ എല്ലാ തരം ഫിറ്റിങ്സും നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഓരോന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. നമുക്ക് കപ്ലർ, എൽബോ, ഇത് ചെറുത് മാത്രമല്ല വലിയ എൽബോസ് ഉണ്ട്, വലിയ പൈപ്പുകളുണ്ട്. എല്ലാ തരം പൈപ്പുകളും 6 ഇഞ്ച് വരെയുള്ള പൈപ്പുകൾ വരെ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് PPRൻ്റെ യൂണിയൻ എന്ന് പറയുന്ന മെറ്റീരിയൽ. ഇത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു വാഷ് വരുന്നുണ്ട്, ലീക്കേജ് കാര്യങ്ങളെല്ലാം ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള വാഷ് വരുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് റീഫിക്സ് ചെയ്യുകയും ചെയ്യാം. വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു മെറ്റീരിയലാണ്. നമുക്കിതിലെ ടാങ്കിൽ നിന്ന് കണക്ട് ചെയ്യുന്ന ടാങ്ക് കണക്ടർ മുതൽ അതിൻ്റെ ബോൾ വാൽവ്, അതുപോലെ തന്നെ നമുക്ക് അവസാനമായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റിംഗ് പ്ലഗ് വരെ എല്ലാ മെറ്റീരിയലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തൊക്കെ തിക്നെസ്സിൽ അല്ലെങ്കിൽ എന്തൊക്കെ പ്രഷർ ഗേജിൽ നമുക്കിത് അവൈലബിൾ ആണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 3 തരം പ്രഷർ ഗേജിൽ ഇത് അവൈലബിൾ ആണ്. ഒന്ന് PN10, PN16, അതുപോലെ തന്നെ PN20. ഈ 3 പ്രഷർ ഗേജിൽ ഇത് അവൈലബിൾ ആണ്. അതിന് നമുക്ക് SDR എന്നുള്ള പേരിലും നമുക്കറിയാം. SDR11, SDR 7.4, അതുപോലെ തന്നെ SDR 6. ഈ 3 തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ റേഷ്യോയിലും നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞില്ല, SDR എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ റേഷ്യോ, അതുപോലെ തന്നെ PN എന്ന് പറഞ്ഞാൽ നോമിനൽ പ്രഷർ. ഇതാണ് നമുക്ക് ഇതിൻ്റെ പ്രഷർ ഗേജ് വരുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ട് ഉണ്ട്. നമ്മളൊരു പ്ലംബിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബാത്റൂമിൽ ടൈലൊക്കെ ഒട്ടിച്ച് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഡ്രില്ല് ചെയ്യേണ്ട അവസ്ഥയിൽ നമ്മുടെ പൈപ്പിൻ്റെ മുകളിൽ ചെറിയ ഹോൾ വന്നു. നമുക്കതെങ്ങനെ റിപ്പയർ ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ പേരാണ് റിപ്പയർ പ്ലഗ്. ഇത് നമ്മുടെ പൈപ്പിന് എവിടെയാണ് ഹോൾ വന്നത് അത് നമുക്ക് അല്പം വലുതാക്കി അതിൻ്റെ ഉൾഭാഗം ഒന്ന് ഉരുക്കി ചൂടാക്കിയിട്ട് നമ്മുടെ പ്ലഗും ചൂടാക്കി അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഹോൾ അടഞ്ഞു. പിന്നെ എക്സസ് വന്നിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. ഇത് ചെറിയ ഹോളല്ല, വലിയ ഹോൾ വീണാലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് എല്ലാ സൈസിലും അവൈലബിൾ ആണ്. നമുക്കിനി ഇതെങ്ങനെ കട്ട് ചെയ്ത് വെൽഡ് ചെയ്യാൻ നോക്കാം. കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ആക്സോ ബ്ലേഡോ വേറെ ഒന്നും വെച്ച് നമ്മൾ ചെയ്യരുത്. കാരണം നമുക്ക് ഡയറക്റ്റ് ഫേസ് കിട്ടണമെങ്കിൽ നമുക്കിതിന് കട്ടിങ്, PPRൻ്റെ തന്നെ കട്ടിങ് മെഷീൻ വരുന്നുണ്ട്. ഇത് നമുക്കിതിലേക്ക് വെക്കുക, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. വളരെ ഈസിയാണ്. നോക്കൂ, റോള്. ഇനി നമുക്കിത് വെൽഡ് ചെയ്യണമെങ്കിൽ നോക്കാം. ഇതാണ് പോളി ഫ്യൂഷൻ ഡിവൈസ്. ഈ ഡിവൈസിൽ നമ്മൾ 270 ഡിഗ്രിയുടെ മുകളിൽ ചൂടാക്കിയിട്ട് നമുക്ക് ഒരു സൈഡിൽ നമ്മളുടെ പൈപ്പും ഒരു സൈഡിൽ നമ്മുടെ ഫിറ്റിങ്സും ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ടായി കുറച്ച് നേരം പിടിച്ചോണ്ടിരിക്കുക. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക ഇതൊന്ന് ലൂസായിട്ടുണ്ടോ എന്ന് നോക്കുക. യെസ്, ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്, ലൂസായിട്ടുണ്ട്. ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഡയറക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഒരു 2 സെക്കൻഡ്സ് കൂടി ഹോൾഡ് ചെയ്യുക. നമ്മുടെ വെൽഡിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി ഈ വെൽഡിങ്ങിനായിരിക്കും ഈ പൈപ്പിനേക്കാളും ഫിറ്റിങ്സിനേക്കാളും ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക. നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. നമുക്ക് ഏറ്റവും കൂടുതൽ പ്ലംബിങ്ങിൽ ലീക്കേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നത് ജോയിൻസിലാണ്. PPRനെ സംബന്ധിച്ചിടത്തോളം ജോയിൻസിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക. നമുക്കറിയാം സ്റ്റീൽ സ്ട്രക്ചറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക വെൽഡിങ് ജോയിൻറ്റിലാണ്. അപ്പോൾ നമ്മുടെ മെറ്റീരിയലിന് ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല സ്ട്രെങ്ത് ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ചെയ്ത ജോയിൻറ്റിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് ലൈഫ് ടൈമിൽ വേറെ ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല. താങ്ക് യു.